എന്തൊക്കെയാണ് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെൻഷൻ നമ്മളുടെ വരാതിരിക്കാനൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് പോലെ ഉപ്പ് അധികമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഹൈപ്പർ ടെൻഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പപ്പടം, അച്ചാറ്, ഉണക്കമീൻ പോലെയുള്ള ഭക്ഷണങ്ങളൊന്നും തീരെ കഴിക്കാതെ ഇരിക്കുക. പിന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന കടല, മിക്സർ, ഇങ്ങനത്തെ വറുത്ത പൊരിച്ച സാധനങ്ങളിലൊക്കെ ധാരാളം ഉപ്പ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതെല്ലാം കഴിവതും ഒഴിവാക്കുക. വീട്ടിലാണെന്നുണ്ടെങ്കിലും അധിക സാധനങ്ങൾ വറുത്ത് പൊരിച്ച് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അമിത മധുരമുള്ള മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക. പിന്നെ അന്നജം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ചോറ്, കപ്പ, ഗോതമ്പ്, ഇതൊക്കെ ഭക്ഷണത്തിൽ നിന്നൊന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു കൺസംഷൻ കുറയ്ക്കുക. പിന്നെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, ധാരാളം ഇലക്കറികൾ ഉൾപ്പെടുത്തുക, ധാരാളം പഴങ്ങൾ ഉൾപ്പെടുത്തുക. പിന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഡയറ്റ് അതിനും കൂടി പാരലലായിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ആയിരിക്കാം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ധാരാളം ചെറു മത്സ്യങ്ങൾ, അതുപോലെ തന്നെ നട്ട്സുകൾ ഒക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇതിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, നമ്മൾ ഉറക്കം പ്രോപ്പർ ആക്കുക. ഡെയിലി ഒരു 8 തൊട്ട് അല്ലെങ്കിൽ 7 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സൗണ്ട് സ്ലീപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മൊബൈൽ ഫോൺ, TV പോലെയുള്ള സാധനങ്ങളുടെ ഒക്കെ ഉപയോഗമൊക്കെ ഒന്ന് കുറയ്ക്കുക. പിന്നെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ഒരു അരമണിക്കൂർ രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഒരു സമയത്ത് ഓപ്പൺ എയറിൽ നടന്നാൽ മതിയാവും, അത് തന്നെ ധാരാളം. പിന്നെ ഡെയിലി ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നമുക്ക് മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹോബീസ് ആയിരിക്കുമല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്തരത്തിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും വേണ്ട രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ BP ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ BP യിൽ വ്യത്യാസം വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഏറി വരുന്നു ഒക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ വിവരം അറിയിക്കാൻ ഒട്ടും മടിക്കരുത്.